നമസ്കാരം. നിയമസഭയിലെ തഗ് കമന്റുകൾ കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട സ്പീക്കർ കൂടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോൺഗ്രസിലെ ഉന്നത നേതാവെന്ന് മാത്രമല്ല, അദ്ദേഹം പൊതുവിൽ പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങൾക്കൊക്കെ പൊതുസമ്മതനായ വ്യക്തി കൂടിയായി മാറിയത് വളരെ പെട്ടെന്നാണ്. എന്തായാലും കേരള നിയമസഭാ സ്പീക്കറായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മുൻ റവന്യൂ വകുപ്പ് മന്ത്രിയും CPI നേതാവുമായ കെ രാജനും തമ്മിൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടത്തിയ സംസാരം ട്രോളുകൾക്ക് വഴിവെച്ചിരുന്നു. ബജറ്റിന് മേലുള്ള ചർച്ചയിൽ വാക്കൌട്ട് നടത്താൻ സ്പീക്കറോട് അത് പറഞ്ഞുകൊണ്ട് സംസാരിക്കവേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മറുപടിയായി എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിരുന്നു. പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെ സ്പീക്കർ നിസ്സാരവൽക്കരിച്ചു എന്ന് പറഞ്ഞ് ഈ ഭാഗം ട്രോൾ മെറ്റീരിയലായി മാറി വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് സംസാരങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇന്ന് മത്സ്യത്തൊഴിലാളി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സഭയിൽ സംസാരം നടക്കവേ അങ്ങ് ഇടയിൽ കയറി പറയുന്ന കമന്റുകൾ ട്രോളായി മാറുന്നുണ്ട് സാർ എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ ട്രോൾ മെറ്റീരിയലായ സംഭവത്തെക്കുറിച്ച് രാജൻ സ്പീക്കറോട് സംസാരിച്ചു. എന്നാൽ ഇതിന് കൃത്യമായ മറുപടിയുമായി സ്പീക്കർ അപ്പോൾ തന്നെ മറുപടി രംഗത്തെത്തി. രാജനോട് ചെയറിന് ചോദ്യം ചെയ്യുന്ന പണി പറ്റില്ല എന്ന് പറഞ്ഞ് നിശ്ചിതമായി വിമർശിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് പിന്നീട് നമ്മൾ കണ്ടത്. എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ സമർത്ഥനായ രാഷ്ട്രീയ നേതാവ് തന്നെയാണ്. അദ്ദേഹം തഗ് മറുപടികൾ പറയാറുണ്ട്, ശാസിക്കാറുണ്ട്. കോമഡിക്ക് കോമഡി ആവശ്യമെങ്കിൽ ശാസനയും തൻ്റെ കയ്യിൽ വശമുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഏതായാലും നിയമസഭയിലെ ഈ ഭാഗങ്ങൾ കാണാം. അദ്ദേഹത്തിലെ പണം കുറയുന്നു സാർ. ഞാനൊന്ന് അങ്ങ് ധാരിച്ച സമയത്ത് തന്നെയാണ് സാർ ഞാൻ അവസാനിപ്പിക്കുന്നതും പറയുന്നതും. അങ്ങ് ഇടയിൽ കയറി നടത്തുന്ന ചില കമന്റുകൾ വളരെ മോശപ്പെട്ട വിധത്തിലുള്ള നിലപാടുകൾ ഉണ്ടാക്കുന്നുണ്ട്, ട്രോളിംഗ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അങ്ങയോട് പറഞ്ഞതാണ്, നേരത്തെ ശ്രീ രാജൻ, അങ്ങ് വാക്കൌട്ട് പ്രസംഗത്തിനകത്ത് ചെയറിനെ അവമാനിക്കുന്ന ഒരു പണി പറ്റില്ല. അങ്ങക്ക് അങ്ങയുടെ സബ്ജക്റ്റിൽ മാത്രമായി നിൽക്കാം. വാക്കൌട്ട് പ്രസംഗമാണെന്ന് ആലോചിച്ചോണം. ആ വാക്കൌട്ട് പ്രസംഗത്തിൽ ചെയ്യേണ്ട നടപടിക്രമം അങ്ങക്കറിയാം. അതിൽ നിന്ന് അങ്ങ് ഡീവിയേറ്റ് ചെയ്ത് ദയവായി പോകരുത്. ഞാൻ അങ്ങയുടെ ഞാൻ പറയും സാർ, അതെന്റെ അവകാശമാണ്. ഈ സഭയിലൊരു അംഗത്തിന്റെ അവകാശമാണ്. അങ്ങുൾപ്പെടെ നയിക്കുന്ന ഈ സഭയുടെ എല്ലാ മാനദണ്ഡങ്ങളും കേന്ദ്രീകരിച്ചും പാലിച്ചുമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാനതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം കിട്ടിയാൽ കൊടുക്കും എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയായ ഒരു നടപടിയല്ല ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. നെല്ല് സംഭരണത്തിന്റെ വിഷയത്തിലും കേന്ദ്രം ഇതുപോലെ പണം തരാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇക്കാര്യത്തിലും കേന്ദ്രം പല കാര്യത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ സമയാസമയത്ത് അത് കൊടുക്കാതെ വന്നാൽ അത് നിർബന്ധമായും കൊടുക്കുമെന്ന് ഉറപ്പാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അത് കിട്ടിയാൽ കൊടുക്കും എന്ന് പ്രഖ്യാപിക്കുന്നതും 6000 രൂപ പോകുന്ന പോക്കിലാണ് എന്നുള്ളത് കൊണ്ട് അത് കൊടുക്കാനാകില്ല എന്ന നിലപാടെടുക്കുന്നതും നിലവിൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയുണ്ടാക്കുന്ന പ്രശ്നമാണ്. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക ഈ മറുപടിയിൽ അർഹമായ അളവിൽ പ്രതിസന്ധി അർഹമായ അളവിൽ തീർക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ മറുപടിയിലുണ്ട് എന്നുള്ളത് കൊണ്ട് സാർ, ഞാനും എന്റെ കക്ഷിയും ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവുക.